നേരത്തെ എത്തിയ കാലവർഷത്തിൽ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങി കാസർഗോഡ് ജില്ലയിലെ കല്ലുമക്കായ കർഷകർ. മികച്ച വിളവ് പ്രതീക്ഷിച്ച് കാത്തുനിന്ന കർഷകർക്ക് ഇത്തവണ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. മെയ് മാസം അവസാനത്തോടെയാണ് തൃക്കരിപ്പൂർ കവ്വായി കായലിൽ കല്ലുമ്മക്കായയുടെ വിളവെടുപ്പ് കാലം. കാലവർഷം തുടങ്ങി കായൽ വെള്ളത്തിലെ ഉപ്പുരസം മാറുന്നതിനു മുമ്പ് കല്ലുമ്മക്കായ മുഴുവൻ വിളവെടുത്ത് വിപണിയിൽ വിറ്റഴിക്കണം. കല്ലുമ്മക്കായക്ക് പരമാവധി വളർച്ചയെത്താൻ കാത്തു നിൽക്കുന്നവർക്ക് മെയ് മാസത്തെ ഈ വിളവെടുപ്പ് ഭേദപ്പെട്ട ആദായം നൽകിയിരുന്നു. എന്നാൽ ഈ പ്രതീക്ഷയാണ് ഇത്തവണ പാടെ ഇല്ലാതായത്. ഈ കല്ലുമ്മക്കായ പോയെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള മഴ കാരണമാണ് എല്ലാം ഇതായിന്. അല്ലെങ്കിൽ മഴ എന്ന് വെച്ചാൽ ഈ മാസം കഴിഞ്ഞ സാധാരണ മഴ വരാറുള്ളൂ. പെട്ടെന്ന് മഴ വന്നു, മൊത്തം നശിച്ചു. മഴ വന്നാൽ ഇപ്പ് മാറി. ഇപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളമുണ്ടെങ്കിൽ മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. ഇത് പെട്ടെന്ന് പുഴയിൽ വെള്ളത്തിന് മാറ്റം വന്നു. ഒന്നും പ്രതീക്ഷിക്കാത്ത എല്ലാവരും ഇതല്ലേ. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. ഇന്നലെ പിന്നെ കുറേ കുടുംബശ്രീ എന്തെങ്കിലും എടുത്തായിരുന്നു, അവർക്ക് നഷ്ടം തന്നെയാണ്. പ്രാദേശികമായി വിറ്റഴിക്കുന്നതിനു പുറമെ ഇതര ജില്ലയിൽ നിന്നും കല്ലുമ്മക്കായക്ക് ആവശ്യക്കാർ എത്താറുണ്ട്. കിലോഗ്രാമിന് 200 രൂപ തോതിലും ചാക്ക് കണക്കിലും ഒക്കെയാണ് കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലേക്ക് കല്ലുമ്മക്കായ കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇക്കുറി അണമുറിയാതെ പെയ്ത മഴയിൽ കല്ലുമ്മക്കായകൾ വാ തുറന്നു തുടങ്ങിയതോടെ ആരും വാങ്ങാതെയായി. ആദ്യമൊക്കെ കിലോയ്ക്ക് 100 രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 50 രൂപ പോലും ലഭിക്കുന്നില്ല. വാ പിളർന്നു കഴിഞ്ഞാൽ ഉപയോഗശൂന്യമാകുന്നതിനാലാണ് കല്ലുമ്മക്കായക്ക് വിപണി നഷ്ടപ്പെടുന്നത്. മുൻകൂർ പണം നൽകാതെ കല്ലുമ്മക്കായ കേടുകൂടാതെ വിൽപ്പന നടത്താൻ കഴിഞ്ഞാൽ മാത്രം പണം നൽകാമെന്ന ധാരണയിലുമൊക്കെയാണ് കല്ലുമ്മക്കായയുടെ വിളവെടുപ്പ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ അധ്വാനത്തിലുള്ള കൂലി പോലും ലഭിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.